ഒരു എലിയെ നിറയെ ധാന്യമുള്ള ഒരു ഭരണിയിലാക്കി. എലി നോക്കിയപ്പോൾ ധാരാളം ധാന്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായി. എത്ര തിന്നാലും തീരാത്തത്രയും ധാന്യമുള്ളതുകൊണ്ട് എലി ആ ഭരണിക്കകത്ത് തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. ദിവസങ്ങൾ കഴിയും തോറും ഈ ധാന്യം തീർന്നു വന്നു. എലി അതുപോലെ താഴോട്ട് വന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എലിക്ക് നല്ല വണ്ണമൊക്കെ ആയി, അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷെ ധാന്യം കുറച്ച് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. എലിക്ക് മനസ്സിലായി ഇനി ഈ ഭരണിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. തൻ്റെ ജീവിതം മൊത്തം ആ ഭരണിക്കകത്താണ് കിടക്കേണ്ടതെന്ന് എലിക്ക് മനസ്സിലായി. പലപ്പോഴും നമ്മൾ ഓരോ ജോലിയിലും കയറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മാറ്റിവെക്കാറുണ്ട്. നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായ ശമ്പളം കിട്ടുന്നുണ്ട്, കൃത്യമായ നല്ലൊരു ലൈഫ് സ്റ്റൈൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ മാറ്റിവെക്കും. നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിനോട് എത്താനായിട്ട് നമ്മൾ ശ്രമിക്കില്ല. കാരണം നമ്മൾ കംഫോർട്ട് സോണിലാണ്. നമുക്ക് ജീവിതത്തിൽ ആഹാരം കിട്ടുന്നുണ്ട്, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടുന്നതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ആഗ്രഹത്തിനെ നമ്മളോട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കില്ല. നമ്മൾ അതിനെക്കുറിച്ച് മറന്നുപോകും. പിന്നെ ഒരു കാലത്ത് നമുക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിൽ നമുക്ക് ഒരു നല്ല പ്രായമാകുമ്പോഴായിരിക്കും നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് കംഫോർട്ട് സോൺ എന്ന് പറയുന്നത്. ഈ കംഫോർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് നമ്മൾ ഗ്രോത്ത് സോണിലോട്ട് എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കുമുള്ള ഒരു വിജയിയായിട്ട് മാറുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്നുള്ളത്. അതായത് നമ്മൾ ഈ ഭൂമിയിൽ വിജയിക്കണമെങ്കിൽ പോരാടിക്കൊണ്ടേയിരിക്കണം. ഒരു പുതിയ വ്യക്തിയെ ചിലപ്പോൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ മഴ നനയേണ്ടതായിട്ട് വരും, ചിലപ്പോൾ വെയിൽ കൊള്ളേണ്ടതായിട്ട് വരും, നമ്മുടെ കൈകാലുകളിൽ ചിലപ്പോൾ വിണ്ട് കീറേണ്ട അവസരം വരെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ആഗ്രഹത്തിലോട്ട് എത്തണമെങ്കിൽ അല്ല ആ ഒരു ഫിയർ സോണും ആ ഒരു ലേണിംഗ് സോണും കടന്ന് നമ്മൾ ഗ്രോത്ത് സോണിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. യുദ്ധത്തിൽ പങ്കെടുക്കാത്ത കുതിരയും അതുപോലെ അപരിചിതനെ കാണാത്ത ഒരു കാവൽ നായയും ശരിക്കും അവരുടെ കഴിവിനെ അവർ തിരിച്ചറിയുന്നില്ല. അവരാരാണെന്ന് പോലും അവർ തിരിച്ചറിയാതാണ് അവർ മരണം സംഭവിക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ പല ആഗ്രഹങ്ങളും നമുക്കുണ്ടാവും, നമുക്ക് പല കഴിവുകളും ഉണ്ടാവും. ഇതിനെല്ലാം ഉറക്കിക്കിടത്തി നമുക്ക് കിട്ടിയ ജോലി കൊണ്ട് നമ്മൾ ഭാവി കാലം മൊത്തം ജീവിക്കുകയും നമ്മൾ ആ ഒരു ആഗ്രഹത്തിനെ കുറിച്ച് ചിന്തിക്കാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ ചില തീരുമാനങ്ങൾ ധൈര്യമായിട്ട് എടുക്കേണ്ടി വരും. നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാനായിട്ട് നമ്മൾ ചില വളരെ ഹാർഷ് ഡിസിഷൻ ചിലപ്പോൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം ഒരു കംഫോർട്ട് സോണിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ജോലിയുണ്ട്, നമുക്ക് ആഹാരം ലഭിക്കുന്നുണ്ട്, നമുക്ക് വീടുണ്ട്, നമുക്ക് എല്ലാം ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് പുറത്തോട്ട് വരുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഫിയർ സോണാണ്. നമുക്ക് പേടിയാണ്. കാരണം ഈ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ജീവിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയാൽ എന്നെ കുറ്റപ്പെടുത്താൻ ആളുകളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ എന്തു പറയും എന്നുള്ളൊരു ചിന്ത കാരണം നമ്മൾ ഫിയർ സോണിൽ തന്നെയാണ് അകപ്പെടുന്നത്. ഈ ഫിയർ സോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ലേണിംഗ് സോൺ എന്നുള്ള സോണിലാണ്. ഈ ലേണിംഗ് സോണിൽ ശ്രമിക്കുന്നത് നമ്മൾ പഠിക്കുകയാണ്. വളരാനും വലുതാകാനും നമ്മുടെ ശിഖരങ്ങൾ വലുതാക്കാനും അതുപോലെ നമ്മൾ വേരുറയ്ക്കാനും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് പഠിക്കുകയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന ഒരു ഫേസാണ് ഗ്രോത്ത് സോൺ. അവിടെ നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ നിറവേറുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരേ രീതിയിലാണോ ജീവിക്കുന്നത്? നിങ്ങളുടെ പെരുമാറ്റം, ദിനചര്യ, അതുപോലെ പ്രവൃത്തി, ജോലിസ്ഥലം എല്ലാം ഒരേ രീതിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ കംഫോർട്ട് സോണിലാണ്. ഈ കംഫോർട്ട് സോൺ പൊളിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ശരിക്കും ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാവുന്നത്, ഒരു ജീവിതത്തിന് ഒരു രസം ഉണ്ടാവുന്നത്. ഇങ്ങനെ ഇരുന്ന് പറയാൻ വളരെ ഈസിയാണെന്ന് നിങ്ങൾക്ക് കരുതാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പറയാൻ ഏറ്റവും അർഹതയുള്ള ഒരു വ്യക്തിയിൽ ഒന്നാണ് ഞാൻ. കാരണം ഞാൻ PRS എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു. അതുപോലെ ധാരാളം സ്റ്റാഫുകൾ എൻ്റെ അടിയിലുണ്ടായിരുന്നു, ധാരാളം ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല പൊസിഷനിലായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ശരിക്കും ശമ്പളം കിട്ടുന്നുണ്ട്, കുടുംബം നോക്കാൻ പറ്റുന്നുണ്ട്, ഹാപ്പിയാണ്, ഹെൽത്തിയാണ്. അതുപോലെ തന്നെ സിനിമ കാണാനാണെങ്കിൽ സിനിമയ്ക്ക് പോകാം, ട്രിപ്പിന് വേണമെങ്കിൽ ട്രിപ്പിന് പോകാം, എല്ലാ രീതിയിലും കംഫോർട്ടബിളാണ്. ആ സമയത്താണ് എൻ്റെ ലക്ഷ്യത്തിലോട്ട് പോകാനായിട്ട് ഓരോ കാര്യങ്ങളും കംഫോർട്ട് സോൺ പൊളിച്ച് ഗ്രോത്ത് സോണിലോട്ട് പോകാനായിട്ട് ശ്രമിച്ചത്. ആദ്യമായിട്ട് കേരളത്തിലെ എമർജൻസി റൂം, അതും റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാക്കാൻ എനിക്ക് പറ്റി. അതിനുവേണ്ടി ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് റെയിൽവേ എമർജൻസി റൂം പ്രാവർത്തികമാക്കി. ഇപ്പം കേരളത്തിൽ പല സ്ഥലങ്ങളിലും റെയിൽവേ എമർജൻസി റൂം ഉണ്ട്. രണ്ടാമതായിട്ട് കേരളത്തിലെ ആദ്യത്തെ ബൈക്ക് ആംബുലൻസ്, അതും KED AED ഫെസിലിറ്റി ഉള്ള ബൈക്ക് ആംബുലൻസ് ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റി. അതും വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു തന്നെയാണ്. 100 മെഡിസിൻസും എക്യുപ്മെന്റ്സും വെക്കാൻ പറ്റിയുള്ള ഒരു ബാഗ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രയാസപ്പെട്ടുള്ള കാര്യമായിരുന്നു. ഒത്തിരി പാടുപെട്ടാണ് അങ്ങനെ ഒരു ബാഗ് ഡെവലപ്പ് ചെയ്യുകയും അത് ധാരാളം ആളുകളിലോട്ട് എത്തിക്കാനും പറ്റി. അതിനുശേഷം കാറിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കി. അതിനായിട്ട് എനിക്ക് ടെക്നോ പാർക്കിലുള്ള സ്റ്റാഫുകളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ആ സമയത്ത് ഈ ഏകദേശം 1.5 വർഷത്തോളം അതിനുവേണ്ടി പ്രവർത്തിച്ചു. അതുമാത്രമല്ല എൻ്റെ കയ്യിലുള്ള സേവിങ്സ് മൊത്തം അതിനുവേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഒരു സമയത്ത് ഞാനത് ഡ്രോപ്പ് ചെയ്താലോ എന്ന് വരെ എനിക്ക് തോന്നിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു കണ്ടുപിടുത്തത്തിന് സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്ററിൽ നിന്ന് ബെസ്റ്റ് ഇന്നോവേറ്റർ അവാർഡ് എനിക്ക് ജയ്പൂരിൽ വെച്ച് കിട്ടുകയുണ്ടായി. ആ ഒരു ഡിവൈസ് ബഹ്റിൻ റോഡ് ട്രാഫിക് അതോറിറ്റിയിൽ പ്രസന്റ് ചെയ്തു, ദുബായ് റോഡ് ട്രാഫിക് അതോറിറ്റിയിലും അബുദാബി റോഡ് ട്രാഫിക് അതോറിറ്റിയിലൊക്കെ പ്രസന്റ് ചെയ്തു. ഇവിടെയുള്ള പല കമ്പനികളും അത് സ്വീകരിച്ചു. കേരളത്തിൽ ഒരു ഹോസ്പിറ്റലിൽ മാത്രം വർക്ക് ചെയ്തിരുന്ന ഒരു ഡോക്ടർ ഇവിടെ വരെ വന്ന്
എൻ്റെ ഒരു പേര് ഇവിടെ തന്നെ ചർച്ച ചെയ്യുന്ന ആക്കാൻ പറ്റുന്നത് ഒരു സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ആ ഒരു ഗ്രോത്ത് സോണിലോട്ട് നമ്മൾ കടന്നു പോയതുകൊണ്ടാണ്. അതിനുശേഷം കഴിഞ്ഞ 2 വർഷമായിട്ട് ധാരാളം ഇൻസ്ട്രക്ടേഴ്സിനെ കൂട്ടുവരുത്തി നമ്മൾ പഠനം സിംപ്ലിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തൊരു ഗ്രോത്ത് സോണിലോട്ടുള്ള യാത്രയിലാണ്. ആ ഒരു യാത്ര എന്ന് പറയുന്നത് എഡ്യൂക്കേഷനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളൊരു മെത്തേഡാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതികളും ഏറ്റവും നിമോണിക്സും അതുപോലെ ഫ്ലാഷ് കാർഡ്സും കൊണ്ട് എഡ്യൂക്കേഷനെ വളരെ സിംപ്ലിഫൈ ചെയ്തുള്ള രീതിയിൽ മാക്സിമം എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് ഇൻസ്ട്രക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇത്തരം കഴിവുള്ള ഇൻസ്ട്രക്ടേഴ്സിനെ നമ്മുടെ ടീമിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു വലിയൊരു പദ്ധതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കുറച്ച് നാളുകൾക്ക് ശേഷം അങ്ങനെ ഒരു ഗ്രോത്ത് സോണിലോട്ട് എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഓരോ പ്രാവശ്യവും കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോഴും വളരെ വേദന ഉണ്ടായിട്ടുണ്ട്, വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, വളരെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു കംഫോർട്ട് സോൺ പൊളിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. ഈ ഗ്രോത്ത് സോണിൽ എത്താനായിട്ട് നമുക്ക് ഏകദേശം 10ഓളം സ്റ്റെപ്പുകൾ ഞാൻ നിങ്ങൾക്കായിട്ട് പറയാനായിട്ട് പറ്റും. ആദ്യമായിട്ട് നിങ്ങൾ ഈ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. രണ്ടാമതായിട്ട് എന്തുകൊണ്ട് മാറണം എന്നുള്ള കാരണങ്ങൾ എഴുതി വെക്കുക. ഇത് രണ്ടും ആദ്യം ചെയ്യുക. ഇതാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നോക്കേണ്ടതായിട്ട് വരുന്നത്. മൂന്നാമതായിട്ട് നിങ്ങൾ ഇപ്പോഴുള്ള ഒരു കംഫോർട്ട് സോണിൽ എത്താനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്, ആ ഒരു കംഫോർട്ട് സോണിൽ എത്താനായിട്ട് നിങ്ങൾ എന്തൊക്കെ പാടുപെട്ടു. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നിങ്ങൾക്ക് ശരിക്കും കഴിവുണ്ട്. ഈ ഒരു കംഫോർട്ട് സോണിൽ എത്താൻ നിങ്ങൾ ശരിക്കും പാടുപെട്ടിട്ടുണ്ട്. വീണ്ടും അടുത്ത ഒരു കംഫോർട്ട് സോണിൽ എത്താൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. നാലാമതായിട്ട് ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം, അതിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ എന്തൊക്കെ പദ്ധതി തയ്യാറാക്കണം, എന്തൊക്കെയാണ് സ്മോൾ സ്റ്റെപ്സ് നമ്മൾ എടുക്കേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് എഴുതി വയ്ക്കുക. ഇനി അടുത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷത്തിനെ കുറിച്ച് നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷനെ കുറിച്ചുള്ള ഫീലിംഗ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. എങ്കിൽ മാത്രമേ അതിലോട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഒരു വ്യത്യസ്തമായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക. ഇനി ഓരോ ദിവസവും നിങ്ങൾ ചെറിയ ചെറിയ ചുവടുകൾ വെക്കുക. വലിയ ചുവടുകൾ എടുക്കാനായിട്ട് നോക്കുകയില്ല, ചെറിയ പ്രവർത്തനങ്ങളായിട്ട് മാറ്റുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളും ചില ആശങ്കകളും ഒക്കെ നിങ്ങൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടാവും. ഇത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലക്ഷ്യമാണ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ ആഗ്രഹമാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കംഫോർട്ട് സോണിൽ ഓൾറെഡി എത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. ഓൾറെഡി കഴിവില്ലാത്തൊരു വ്യക്തി ഒരു കംഫോർട്ട് സോണിൽ എത്തില്ല. അങ്ങനെ കഴിവുള്ള വ്യക്തിക്ക് ഇനിയും അടുത്ത കംഫോർട്ട് സോണിലോട്ട് പോകാൻ പറ്റും. അതുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള മാനസികമായി കോൺഫിഡൻസ് എടുത്ത് അടുത്ത ഒരു കംഫോർട്ട് സോണിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പലതരത്തിലുള്ള പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും വീഴ്ചകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ കംഫോർട്ട് സോണിലോട്ട് തിരിച്ചു വരിക, അവിടെ കുറച്ച് നേരം നിൽക്കുക. ഈ അസ്വസ്ഥതകളൊക്കെ മാറുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു മോട്ടിവേഷൻ കിട്ടുന്ന സമയത്ത് വീണ്ടും തിരിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും നല്ലത് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളൊരു ജോലിയിലാണെങ്കിൽ ജോലി കളയാതെ തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി പ്രയത്നിച്ചു തുടങ്ങുക. പിന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടുകാരെ മാത്രമേ നിങ്ങൾ കൂടെ നിർത്താവൂ. അല്ലാത്തവർ നിങ്ങളെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ്, നിങ്ങളെ പിന്തുണയ്ക്കാത്ത ആളുകളെ നിങ്ങൾ കൂടെ നിർത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയ ചെറിയ വിജയങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് മനസ്സിനെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കുക. നിങ്ങൾ ആ വിജയത്തിലെത്തും, നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ശക്തിയിൽ കേന്ദ്രീകരിക്കുക. എന്തുകൊണ്ടോ നിങ്ങളുടെ ഒരു ആഗ്രഹം നിറവേറാതെ പോയതുകൊണ്ടാണ് നിങ്ങൾ ഗ്രോത്ത് സോണിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ശക്തിയിലോട്ട് കേന്ദ്രീകരിച്ച് ആ ഒരു കോൺഫിഡൻസ് വെച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഈ 10 കാര്യങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഗ്രോത്ത് സോണിൽ നിങ്ങൾ എത്തിയിരിക്കും. ഓർക്കുക, ലൈഫ് ബിഗിൻസ് അറ്റ് ദി എൻഡ് ഓഫ് യുവർ കംഫോർട്ട് സോൺ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടാണ്. നിങ്ങളുടെ കംഫോർട്ട് സോൺ പൊളിച്ച് നിങ്ങൾ ഗ്രോത്ത് സോണിലോട്ട് എത്തണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇത് മറ്റുള്ളവർക്കായി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.